Bismillahirrahmanirrahim. Alhamdulillah, assalatu wassalamu ala rasulil amin, ala alihi wa sahbihi ajma'in, amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അൽ-അദ്കയുടെ സാന്നിധ്യത്തിൽ അല്ലാമ ഇഖ്ബാലിന്റെ അൽ ഇൻസാനുൽ കാമിൽ എന്ന ആശയത്തിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്തും തത്വചിന്തയുടെ രംഗത്തും ധാരാളം സംഭാവനകൾ അർപ്പിച്ച മഹാ വ്യക്തിത്വമാണ് അല്ലാമ ഇഖ്ബാൽ. അദ്ദേഹം തന്റെ കവിതകളിലൂടെയും ഗദ്യരചനകളിലൂടെയുമെല്ലാം ഇസ്ലാമിക വ്യക്തിത്വം എങ്ങനെ വാർത്തെടുക്കണമെന്നും അത് ഏത് രീതിയിലാണ് ജീവിക്കേണ്ടതെന്നും അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയെല്ലാം എഴുതി വെക്കുകയുണ്ടായി. മുസ്ലിം സമൂഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. അല്ലാമ ഇഖ്ബാലിന്റെ കൃതികളിൽ കൂടി കടന്നു പോകുമ്പോൾ അസ്റാറെ ഖുദി, സർബെ കലീം എന്നടക്കമുള്ള കൃതികളിലൂടെയും മുഴുവനായ അദ്ദേഹത്തിന്റെ കുല്യാത്തെ ഇഖ്ബാലിലൂടെയും അദ്ദേഹത്തിന്റെ റീകൺസ്ട്രക്ഷൻ ഓഫ് റിലീജിയസ് തോട്ട് എന്ന അറിയപ്പെടുന്ന വർക്കുകളിലൂടെയും എല്ലാം അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു വെക്കുന്നത് ദ പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന പരിപൂർണനായ മനുഷ്യന്റെ സ്വഭാവത്തെയും അവന്റെ വൈജ്ഞാനിക, ആത്മീയ, സാമൂഹ്യ തലത്തെയുമെല്ലാം അല്ലാമ ഇഖ്ബാൽ ഈ കൃതികളിലൂടെയെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക ലോകത്ത് അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഫിലോസഫിയെ കുറിച്ച്, എന്നതിന്റെ ആശയത്തെ കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. സൂഫി തത്വചിന്തയിലായിരിക്കാം, അല്ലെങ്കിൽ ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലും പണ്ഡിതന്മാരുമാണ് ഈ വിഷയമായി കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ആധുനിക ലോകത്ത് ദ പെർഫെക്റ്റ് മാൻ അല്ലെങ്കിൽ അൽ ഇൻസാനുൽ കാമിൽ അല്ലെങ്കിൽ മർദെ കാമിൽ എന്ന തരത്തിലെല്ലാം അല്ലാമ ഇഖ്ബാലിന്റെ ചിന്തയും വളരെ ശ്രദ്ധേയമാണ്. അതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മളുടെ ഈ ചർച്ച ഇവിടെ. അല്ലാമ ഇഖ്ബാലിന്റെ കൃതികളിൽ മർദെ മുഅ്മിൻ, മർദെ ഹഖ്, കലന്തർ, ഫഖീർ, ദർവേഷ്, മർദെ കാമിൽ എന്ന് വിവിധ തലങ്ങളിൽ അല്ലാമ ഇഖ്ബാൽ ഈ വിഷയത്തെ വിശദീകരിക്കുന്നു. എന്താണ് ഓരോന്നിന്റെ അർത്ഥമെന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു മുഅ്മിൻ എന്നതിന്റെ വിവിധ പര്യായ പദപ്രയോഗങ്ങളായിട്ടാണ് അല്ലാമ ഇഖ്ബാൽ ഈ പദങ്ങളെയെല്ലാം സ്വീകരിക്കുന്നത് തന്നെ. കലന്തർ എന്നുള്ള പദം, നമുക്കെല്ലാവർക്കും സുപരിചിതമായ കലന്തർ എന്നുള്ള പദപ്രയോഗത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സാധാരണ ശരീഅത്തിനോ ഇസ്ലാമിനോ ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങൾക്കോ ശീലങ്ങൾക്കോ ഒന്നും പ്രാമുഖ്യം കൽപ്പിക്കാതെ അലഞ്ഞു തിരിയുന്ന കലന്തറിനെ കുറിച്ചിട്ടല്ല അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ കവിതകളിലും അദ്ദേഹത്തിന്റെ രചനകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കലന്തർ എന്നതിന് അദ്ദേഹം 3 ആസ്പെക്ട്സ് അദ്ദേഹം എഴുതുന്നുണ്ട്. ഒന്ന് ഈമാൻ, വിശ്വാസം, ദൃഢമായ വിശ്വാസം. രണ്ടാമത് യഖീൻ, ചെയ്യുന്ന കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിലുള്ള ദൃഢത. 3 ഇഷ്ഖ്, മഹബ്ബത്ത്, പ്രേമം, പ്രണയം, അനുരാഗം. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശരീഅത്തിനോടും ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളോടുമുള്ള പ്രേമം. ഈ 3ഉം ഒത്തിണങ്ങുന്ന വ്യക്തിയാവണം കലന്തർ എന്നാണ് അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ കൃതിയിൽ കലന്തർ എന്നുള്ള പദം പരാമർശിക്കുമ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ മർദെ മുഅ്മിനെ കുറിച്ചും അല്ലാമ ഇഖ്ബാൽ ഇതേ ആശയം തന്നെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മർദെ മുസൽമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ അദ്ദേഹം ഈ വിഷയം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ലഹ്സെ മുഅ്മിൻ की नई शान नहीं आन गुफ्तार है किरदार है अल्लाह की बुरहान. എന്താണ് മർദെ മുഅ്മിൻ എന്നാണ് അദ്ദേഹം ഈ കവിതയിൽ കൂടി വിശദീകരിക്കുന്നത്. അതായത് മുഅ്മിനിന്റെ ഓരോ സ്വഭാവത്തും അവന്റെ ഷാനും അവന്റെ ആനും
അവന്റെ ഗുഫ്താറും അവന്റെ വർത്തമാനങ്ങളും അവന്റെ കിർദാർ, അവന്റെ സ്വഭാവവും എല്ലാം അള്ളാഹുവിന്റെ തെളിവുകൾ തെളിഞ്ഞിരിക്കുന്നതായിട്ട് മർദെ മുഅ്മിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിന്റെ കവിതയിൽ കൂടി മർദെ മുഅ്മിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ അല്ലാമ ഇഖ്ബാൽ പറഞ്ഞ മറ്റൊരു വർത്തമാനം മർദെ മുഅ്മിൻ എന്ന് വെച്ചാൽ കോയി അന്ദാസ് ഹേ കിസിക്കോ, ആർക്കെങ്കിലും ഈ മർദെ മുഅ്മിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അന്ദാസ് ഉണ്ടോ, ഉസ്കി സോറെ ബാസൂക്ക, മർദെ മുഅ്മിന്റെ അവന്റെ കൈയുടെ പവറിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അന്ദാസ് ഉണ്ടോ? നിഗാഹെ മർദെ മുഅ്മിൻ സേ ബദൽ ജാതി ഹെ തഖ്ദീറെ, മർദെ മുഅ്മിന്റെ നിഗാഹ് സെ, ഒരു ഗ്ലാൻസ്, ഒരു ഒറ്റ നോട്ടത്തിൽ കൂടി അവന്റെ തഖ്ദീറുകൾ മാറി മറിയുന്നതാണ്. മർദെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തനായ, പവർഫുള്ളായ, ശക്തനായ ഒരു വ്യക്തിയായിട്ടാണ് അല്ലാമ ഇഖ്ബാൽ ചിത്രീകരിക്കുന്നത് തന്നെ. സ്വന്തം ഖദറിനെ, സ്വന്തം ഡെസ്റ്റിനിയെ പോലും മാറ്റാൻ കഴിയുന്നവനായിട്ടാണ് അല്ലാമ ഇഖ്ബാൽ മർദെ മുഅ്മിൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ, ആ ഒരു ആശയത്തെ ചിത്രീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എല്ലാം അവന്റെ ഓരോരുത്തർക്കും അവരുടെ ഖദറുകൾ മാറ്റാൻ പറ്റും. ഇല്ലാ ബിദ്ദുആ, ദുആ കൊണ്ടല്ലാതെ വേറെ ആർക്കും, ലാ യുറദ്ദുൽ ഖദാ ഇല്ലാ ബിദ്ദുആ, ദുആ കൊണ്ടല്ലാതെ വേറെ ആർക്കും അവന്റെ ഖദാ മാറ്റാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതിനെ അല്ലാമ ഇഖ്ബാൽ തന്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു മുഅ്മിൻ എപ്പോഴും അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ സാമീപ്യവും അതുപോലെ തന്നെ അമൽ പ്രവർത്തനവും കൊണ്ട് ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് അവന്റെ ജീവിതം കൊണ്ട് പോലും അള്ളാഹുവിനെ മാറ്റാൻ പറ്റുന്ന, അള്ളാഹു തീർത്തു വെച്ച തീർപ്പിനെ, തലവിധിയെ മാറ്റാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് മർദെ മുഅ്മിൻ എന്ന് പറയുന്ന. മർദെ മുഅ്മിനും മർദെ ഹഖും പലപ്പോഴും പല ഭാഗത്തും അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒരു പര്യായങ്ങളായി വരാറുണ്ട്. അതുപോലെ തന്നെയാണ് അല്ലാമ ഇഖ്ബാൽ ഉപയോഗിച്ച മറ്റൊരു പദപ്രയോഗമാണ് ഫഖീർ എന്നുള്ള പദപ്രയോഗം. സാധാരണ ദരിദ്രൻ എന്നുള്ള അർത്ഥത്തിൽ, ഒന്നുമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിനുപരി ഫഖീർ എന്ന് അല്ലാമ ഇഖ്ബാൽ ഉപയോഗിച്ചത് സ്വന്തം ഹൃദയത്തിന്റെ രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാ മാസ്റ്റേഴ്സിൽ നിന്നും, എല്ലാ ഉടമകളിൽ നിന്നും, എല്ലാ തമ്പുരാന്മാരിൽ നിന്നും സ്വതന്ത്രനായി, എന്നാൽ അള്ളാഹുവിന്റെ കീഴിൽ മാത്രം വണങ്ങുന്ന ഒരു മനുഷ്യൻ, സ്വന്തമായി തന്നെ ഒരു വ്യാമോഹങ്ങളോ വൃഥാമോഹങ്ങളോ വേണ്ടതില്ലാത്ത പ്രതീക്ഷകളോ ഒന്നുമില്ലാത്ത, ആവശ്യമില്ലാത്ത പ്രതീക്ഷകളും തൃഷ്ണകളും ഒന്നുമില്ലാത്ത, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ഹുബ്ബ് മാത്രം കൈകളുള്ള ഒരാൾ എന്നാണ് അല്ലാമ ഇഖ്ബാൽ ഫഖീർ എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. വേറൊരു ടെമ്പററിയായ, കാലികമായ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കുള്ള ഒരു ലക്ഷ്യങ്ങളും അല്ലാമ ഇഖ്ബാൽ ഫഖീർ എന്ന് പറയുന്ന വ്യക്തിക്ക് കൽപ്പിക്കുന്നില്ല. ഫഖീറിന് എപ്പോഴും നീണ്ട ലക്ഷ്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഫഖീർ അവന്റെ ജീവിതത്തിൽ അവസാനം വരെ വളരെ ശക്തിയോടും ദൃഢതയോടുകൂടിയും ആക്റ്റീവായും ജീവിക്കുന്നവനായിട്ടാണ് അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ കവിതകൾ പറയുന്നത്. അല്ലാമ ഇഖ്ബാൽ സ്വയം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഹസ്തം, അദ്ദേഹം പറയുന്നത് ഹസ്തം ഗർമി റവം, ഹസ്തം ഗർമി റവം, ഞാൻ ചലിക്കുന്നു, അതുകൊണ്ട് അതിനാൽ ഞാൻ നിലനിൽക്കുന്നു, ഞാൻ ഉണ്ട്. ഗർണറവം നീസ്തം, ഞാൻ ചലിക്കുന്നില്ല എങ്കിൽ ഞാനില്ല. അതായത് എന്നിലെ എന്റെ സെൽഫിനെ, എന്റെ ഉണ്മയെ നിലനിർത്തുന്നത് എന്റെ ആക്ടിവിസമാണ്, എന്റെ ക്രമപ്രവൃത്തമായ എന്റെ പ്രക്രിയയാണ്, എന്റെ പ്രോസസ്, ഞാൻ തന്നെ ചെയ്യുന്ന പ്രോസസ്സാണ്, ഞാൻ ചെയ്യുന്ന ക്രിയകളാണ്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. എന്റെ ഈമാനെയും എന്റെ ഇസ്ലാമിനെയും എന്റെ സ്വഭാവത്തെയും, എന്റെ ഈമാനും എന്റെ ഇസ്ലാമിന്റെയും അടിസ്ഥാനത്തിൽ എന്റെ സ്വഭാവത്തെ വാർത്തെടുക്കാൻ, എന്റെ കമ്മ്യൂണിറ്റിയെ, എന്റെ സൊസൈറ്റിയെ, എന്റെ കുടുംബത്തെ വാർത്തെടുക്കാൻ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് അദ്ദേഹം ആക്ടിവിസം അല്ലെങ്കിൽ പ്രക്രിയ എന്ന് പറയുന്നത്. മനുഷ്യൻ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കുക എന്നതും ഫഖീർ എന്നതിന്റെ വിശദീകരണമായി, അല്ലെങ്കിൽ ഞാൻ എന്നതിന്റെ വിശദീകരണമായി അദ്ദേഹം പലയിടത്തും പറയുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ എപ്പോഴും ആക്റ്റീവായിരിക്കുക, അതുപോലെ തന്നെ ആക്റ്റീവാണോടുകൂടി മനുഷ്യൻ എപ്പോഴും സ്വതന്ത്രനായിരിക്കുകയും ചെയ്യുക. ഈ മർദെ മുഅ്മിനുമായി തന്നെ ബന്ധപ്പെട്ട് അല്ലാമ ഇഖ്ബാൽ മറ്റു ചിലയിടത്ത് ഈ വിഷയം പറയുന്നുണ്ട്. എന്താണ് അവന്റെ സ്വഭാവ സവിശേഷത? അല്ലാമ ഇഖ്ബാൽ പറയുന്നത്
അള്ളാഹുവും മനുഷ്യനും ലോകത്തിന്റെ വികാസത്തിൽ ഒരുപോലെ പങ്കുകൊള്ളുന്നവരാണ്. അതായത് സൂറ റഅദിലെ 11-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്. മനുഷ്യൻ മാറാത്തിടത്തോളം കാലം, ഒരു കൗമും സ്വയം മാറാത്തിടത്തോളം കാലം കൗമിനെ അള്ളാഹ് മാറ്റുകയില്ല എന്നാണല്ലോ എന്റെ ആശയം. അപ്പോൾ മനുഷ്യന്റെ പ്രക്രിയയും അള്ളാഹുവും ചേർന്ന് ഈ ലോകത്തിന്റെ ഒരു വികാസത്തിന് സാക്ഷിയാവുന്നുണ്ട് എന്ന് അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ കൃതികളിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ് മുഅ്മിനിന്റെ മർദെ മുഅ്മിനിന്റെ സ്വഭാവം? യഖീൻ മുഹക്കം, അമൽ പേഹം, മുഹബ്ബത്ത് ഫാത്തിഹെ ആലം, ജിഹാദ് ജിന്ദഗാനിയേ ഹേ മർദോങ്കി ശംശീരി. ഒരു മർദെ മുഅ്മിൻ, ഒരു മനുഷ്യൻ എന്നതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് അല്ലാമ ഇഖ്ബാൽ വിശദീകരിക്കുന്നത് വളരെ ക്ലിപ്തമായ ദൃഢതയുള്ള വിശ്വാസം, അതുപോലെ തന്നെ അതിന് ആവശ്യമായ പ്രവർത്തനം, അതിന് ലോകം കീഴടക്കുക എന്ന് പറയുന്ന ആ ഒരു തൃഷ്ണയും ആ ഒരു ഡിസൈറും കീപ്പ് ചെയ്യുക. അള്ളാഹുവിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി ആ ഒരു ഡിസൈറും ആ ഒരു തൃഷ്ണയും കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. ഇങ്ങനെയുള്ളതാണ് ഒരു മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ എന്നാണ് അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ കൃതികളിൽ കൂടി പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു പോയിന്റ്, എന്താണ് മർദെ മുഅ്മിൻ എന്നതിനെ കുറിച്ച് പറയുന്ന 3 പ്രധാന കൺസെപ്റ്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിനും റസൂലിനോടുമുള്ള ഇഷ്ടം. രണ്ടാമത്തത്, അതിനാവശ്യമായ ഇത്തിബാവും ഇത്താഅത്തും, പിന്തുടർച്ചയും അതിനാവശ്യമായ ഒരു അനുസരണവും, അതിന്റെ കൂടെ സെൽഫ് കൺട്രോളും, സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയുക. അതിൽ നിന്ന് ഈ ഒരു 3 മാർഗത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്, നിയാബത്തെ ഇലാഹി എന്നാണ് അല്ലാമ ഇഖ്ബാൽ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഖിലാഫത്ത്, ഒരു മനുഷ്യൻ ഒരു സമ്പൂർണനായി തീരുന്നത്, മർദെ മുഅ്മിനായി തീരുന്നത്, മർദെ കാമിലായി തീരുന്നതോട് കൂടി അവൻ ഖലീഫയായി മാറുന്നു, അള്ളാഹുവിന്റെ റെപ്രസെന്റേറ്റീവായി, അള്ളാഹുവിന്റെ ഭൂമിയിലെ പ്രതിനിധിയായി മാറുന്നു. അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തിയും ഒരേപോലെ പ്രതിനിധിയാവുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയ ഒരു കമ്മ്യൂണിറ്റിയുടെയും അതിൽ നിന്ന് ഒരു നീതിപൂർവമായ ഒരു സൊസൈറ്റിയുടെ വ്യവസ്ഥയും, ഒരു ജസ്റ്റ് സൊസൈറ്റി ഓർഡർ എന്നല്ല അല്ലാമ ഇഖ്ബാൽ വിശദീകരിക്കുന്ന പോലെ, ഒരു സൊസൈറ്റിയുടെ വളർച്ചയിലേക്കും മർദെ മുഅ്മിൻ അല്ലെങ്കിൽ മർദെ കാമിൽ എന്ന് പറയുന്ന ചിന്തയെ വളർത്തിയെടുക്കാൻ കഴിയും എന്നാണ് അല്ലാമ ഇഖ്ബാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അദിഖിയയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈനുദ്ദീൻ മഖ്ദൂം, ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം അതിന്റെ കൃതികളില് ഒരു മനുഷ്യന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഒരു സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട്. അതിൽ അത്തൗബ, ഖനാഅത്ത്, സുഹ്ദ്, ഇഖ്ലാസ്, തിലാവത്തെ ഖുർആൻ, ഖുർആനുമായി ബന്ധവും, അതുപോലെ തന്നെ ഇഖ്ലാസും സുഹുദും ഖനാഅത്തും തൗബയും ഒരു മനുഷ്യന്റെ ഒരു പെർഫെക്റ്റ് ആയ സമ്പൂർണനായ ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് സാധ്യമാവുന്നു, സഹായിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ കൂടെ അല്ലാമ ഇഖ്ബാൽ പറയുന്നത് പോലെ ഈമാനും ഇഷ്കും യഖീനും എന്ന തലത്തിൽ അതിന്റെ അതേ അനുപൂരകമായി കൊണ്ട് തന്നെ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂമും അദ്ദേഹത്തിന്റെ കൃതികൾ പറയുന്നുണ്ട്. ഇത്തിബാഉ ശരിയ, ശരീഅത്തിന് അനുസരിച്ചിട്ടുള്ള അതിനെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അൽ മുഹാഫദത്തു അല സുനൻ, അദ്ദേഹത്തിന്റെ മറ്റൊരു അധ്യാപകർ കവിതകളുടെ മറ്റൊരു ടൈറ്റിലാണ് സുന്നത്തുകളിലെ അതിനുള്ള സംരക്ഷണം. അതുപോലെ തന്നെ അൽ അഖ്ലാഖുൽ ഹസന, ഏറ്റവും നല്ല സ്വഭാവം. ഈ നല്ല സ്വഭാവത്തിന്റെ ഒരു അത്യുന്ന ഭാവമായിട്ടാണ് മർദെ മുഅ്മിനെന്നോ മർദെ ഹക്കെന്നോ കലന്തറെന്നോ എന്നൊക്കെ അല്ലാമ ഇഖ്ബാൽ തന്റെ കൃതികൾ പറയുന്നത്. അതിന്റെ മറ്റൊരു തലത്തിലാണ് ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം സാനി അദ്ദേഹത്തിന്റെ അൽ അദിഖിയയിലും ഈ വിശദീകരിക്കുന്നത്. ഇങ്ങനെ അല്ലാമ ഇഖ്ബാലും ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെയും രചനകളിൽ ഒരു സമ്പൂർണനായ ഒരു മനുഷ്യന്റെ അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന മാതൃക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ 2 മഹാന്മാരും സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഇന്നക ഖുലുഖുൻ അദീം എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന ഖുർആനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഈ 2 പേരും അല്ലാമ ഇഖ്ബാലും ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം സാനിയും അവരുടെ കൃതികളിൽ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ സമ്പൂർണതയെ തെളിവായി കാണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. അങ്ങോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് സമ്പൂർണനായ ഇൻസാനുൽ കാമിലായിട്ട് ചിത്രീകരിക്കുന്നത്. ഈ 2 രചനയും ഈ 2 പേരുടെയും ചിന്തയും കാലങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് തന്നെ വ്യത്യസ്തമുണ്ടെങ്കിൽ പോലും 2 മഹാന്മാരുടെ ചിന്തയും അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ പ്രത്യേകത.
ഈ വിഷയം വളരെ ചുരുക്കിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ പേപ്പറായി സബ്മിറ്റ് ചെയ്യുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.